ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊടിത്തൂവ തോരൻ. എന്താണ് കൊടിത്തൂവ? കർക്കിടക മാസത്തിലെ 10 ഇലകളിൽ പെടുന്ന ഒരു ഔഷധ സസ്യമാണ് കൊടിത്തൂവ. കൊടിത്തൂവ നമ്മുടെ പറവുകളിലെല്ലാം ധാരാളമായിട്ട് കൊടിത്തൂവ ഉണ്ടാകുന്നുണ്ട്. അപ്പം കൊടിത്തൂവ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം സംശയമുണ്ട്, എന്താണ് കൊടിത്തൂവ? ഈ ചൊറിയണം എന്ന് പറയുന്ന സാധനം തന്നെയാണ് കൊടിത്തൂവ. അത് നമുക്ക് ആദ്യം പറിച്ചെടുക്കാം. പറിച്ചെടുക്കുന്നതിന് മുമ്പ് ചൊറിയുമല്ലോ, അതിന് കയ്യിൽ അല്പം എണ്ണ തേക്കാം. എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. കയ്യിൽ ഇതുപോലെ നല്ലപോലെ അങ്ങോട്ട് എണ്ണ തേക്കുന്നു. ഇതാണ് കൊടിത്തൂവ. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇതിന് പൂത്തിട്ടുണ്ടെങ്കിൽ ഈ പൂവ് കളഞ്ഞാൽ മതി. ഇതേപോലെ പറിച്ചെടുക്കാം. നല്ല ഇലകൾ നോക്കി ഒരു 5-6 തണ്ട് നമ്മൾ പറിച്ചെടുക്കുന്നു. എല്ലാവരുടെയും പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ശല്യമായിട്ട് തോന്നുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പറയുമ്പം എല്ലാവർക്കും ഒരു വിഷമമാണ്, ചൊറിയണോ അല്ലേ, ചൊറിയല്ലേ എന്നൊക്കെയുള്ള ഒരു ധാരണയാണ്. ആദ്യം കറി വെക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഒന്ന് കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും എല്ലാം പറമ്പിൽ നിന്ന് ഒരു പിടി ഇലയും തണ്ടും കൂടി ഉള്ളത് പറിച്ചുകൊണ്ട് വന്ന് നല്ല പോലെ അത് കഴുകുക. പറമ്പിൽ നിന്ന് പറിച്ചതായതുകൊണ്ട് മണ്ണുണ്ടാകുമായിരിക്കും. അത് നല്ല ഒലച്ച് കഴുകി തോരാൻ വെക്കും. കൊടിത്തൂവ തോരന് ആവശ്യമായ സാധനങ്ങൾ: നമ്മൾ ആദ്യം പറിച്ച് കഴുകി വെച്ച ഒരു പിടി കൊടിത്തൂവ, ഒരു സവോള, കാമുറി തേങ്ങ ചിരവിയത്, ആവശ്യത്തിന് എരിവിന് കാന്താരിയോ പച്ചമുളകോ ഏത് വേണേലും ഉപയോഗിക്കാം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, എണ്ണ, കടുക്. ഇത്ര സാധനങ്ങളാണ് നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ. കൊടിത്തൂവ ചെറുതായിട്ട് അരിയാം. സവോളയും കുനുകുനാന്ന് കൊത്തി അരിയുക. നമ്മൾ സാധാരണ തോരൻ വെക്കാൻ ചെയ്യുന്നതാണ്. പത്ത് ഇലകളിൽ ഒന്നാണല്ലോ കൊടിത്തൂവ. ബാക്കി 9 എണ്ണം അറിയണ്ടേ ഏതൊക്കെയാണെന്ന്? മത്തയില, കുമ്പളത്തിൻ്റെ ഇല, തകരയില, ചേമ്പില, ചേനയില, പയറില, പൊന്നാങ്കണ്ണിയില, തഴുതാമ, ചീര. ഈ 10 ഇലകളെല്ലാം കൂടെ കൂട്ടി കർക്കിടകത്തിൽ കറി വെച്ച് കഴിച്ചാൽ വളരെ ആരോഗ്യപ്രദമായിരിക്കും. കാന്താരിയോ പച്ചമുളകോ അതും അരിഞ്ഞിടുക. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എണ്ണ ഇടുക, കുറച്ച് മതിയെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യുക.
തേങ്ങായും അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടൊന്ന് തിരുമ്മുക. മഞ്ഞളും ഉപ്പും എല്ലായിടത്തും വരത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് തിരുമ്മുക. ഇനി നമുക്കിത് അടുപ്പേ വെക്കാം. ഇനി നമുക്കിത് ചീനിച്ചട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കുക. 1 സ്പൂൺ എണ്ണ മതിയാവും. അതിൽ 1, 2, 3 ഉലുവ ഇട്ട് പൊട്ടിക്കുന്നത് നല്ലതാണ്. 1 നുള്ളു കടുക് ഇടുക. കറിവേപ്പില, നമ്മുടെ തോരനെല്ലാം മസ്റ്റായിട്ടുള്ള കറിവേപ്പില ഇട്ടു. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് തിരുമ്മി വെച്ചിരിക്കുന്ന കൊടിത്തൂവ ഇല, അതായത് ചൊറിയണം ഇല, ഇട്ട് നന്നായിട്ട് ഇളക്കി തട്ടിപ്പൊട്ടി മൂടി വെക്കുക. തീ കുറച്ചും വെക്കുക. ഇനി അവിടെ ഇരിക്കട്ടെ, അത് വേകട്ടെ. വെന്ത് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഇടയ്ക്ക് നമ്മളിതൊന്ന് വെന്തോന്ന് നോക്കണ്ടേ, ഇടയ്ക്കൊന്നെടുത്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ ഇളക്കി വീണ്ടും മൂടി വെക്കുക. ഒരു മിനിറ്റ് കഴിയുമ്പോൾ അത് തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കോരിയിടാം. നല്ല രസമല്ലേ കാണാൻ. ഇത് ചോറിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. കൊള്ളാം, നല്ല ടേസ്റ്റ്, ഗംഭീരം. ഇനി ഇത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ വളരെ രുചികരമായ ഒരു തോരനാണ്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കൂ, അഭിപ്രായം അറിയിക്കണേ.